മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും വീണ്ടും വരാവുന്ന വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ മഹത്തായ ശുശ്രൂഷയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാനും കർത്താവ് വിളിച്ചു വേർതിരിച്ച വേളയിൽ ഇത്രത്തോളം കൊണ്ടെത്തിച്ച ദൈവത്തിന് സ്തോത്രം. സകല മഹത്വവും സകല മാനവും ഞാൻ അർപ്പിക്കുക. എനിക്ക് സാക്ഷി പറയുവാൻ ഒത്തിരി ഉണ്ടെങ്കിൽ എൻ്റെ സാക്ഷി നിങ്ങളൊക്കെ കേട്ടവരാണ്, അറിയാത്തവരായ ചിലരുണ്ട്. സ്തോത്രം. ഞാൻ 2003 സ്നാനപ്പെട്ടത്. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടില് മദ്ബഹായിലെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന കാലയളവിൽ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു കർത്താവിന്റെ വേല ചെയ്യുവാനായി, ഈ തിരുവചനം അനേകർക്ക് പകർന്നു കൊടുക്കുവാനായി ദൈവം എന്നെ വിളിച്ചു വേർതിരിക്കുവാനിടയായി. 2003 ഓഗസ്റ്റ് മാസം ഞാൻ സ്നാനപ്പെട്ടു. ശേഷം അനേക ദൈവദാസന്മാര് പറഞ്ഞു ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. അനേകർ കർത്താവ് നിയമിച്ചാക്കി അനേക പ്രവാചകന്മാർ വന്ന് പറഞ്ഞു ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ദൈവത്തോട് ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, പ്രവാചകന്മാരെ അങ്ങ് പറഞ്ഞു വിട്ടതാണ്, ഞാനത് ഏറ്റെടുക്കുന്നു. പ്രവാചകന്മാര് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയാൽ എന്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയോ ഒരു പ്രതികൂലമോ വരുമ്പോൾ ഞാൻ അവരുടെ ഫോൺ നമ്പർ തിരക്കി പോകും. അതുകൊണ്ട് ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. ദൈവസന്നിധി ചില ദിവസങ്ങൾ ഉപവസിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഉപവാസം 2ാമത്തെ ദിവസം സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിൽ എന്നോട് സംസാരിക്കാനിടയായി. യെശയ്യാ പ്രവചനം 49 അധ്യായത്തിന്റെ 6 വാക്യത്തെ എടുത്ത് വായിരുന്ന് ദൈവത്തിന്റെ അവരോട് സംസാരിച്ചു. അതെന്റെ ബൈബിളിന്റെ സൈഡിലെല്ലാം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ആ വാക്യപ്രകാരമാണ് ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും ഇങ്ങനെ വേല ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ദൈവം എന്നെ സഹായിച്ചത്. ഞാൻ 2004 മെയ് മാസം 11-ാം തീയതി പത്തനാപുരം TG വുമൺ ഇൻസ്റ്റിറ്റ്യൂട്ട് തിയോളജിയിൽ ദൈവോധനം 3 വർഷക്കാലം പഠിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. 2004 ഗ്രാജുവേറ്റ് ആയി. കർത്തൃകൃപയിൽ ഒത്തിരി പ്രതികൂലങ്ങൾ സഹിച്ചുവെങ്കിലും ദൈവത്തിന്റെ ഹിതമാണ് ദൈവം എന്നെ നിർത്തുവാനിടയായി. പ്രൈസലോട് സ്തോത്രം. ഞാൻ ചിന്തിക്കും പല സമയത്തും ഒരു കുപ്പി ഗ്ലാസിനകത്ത് വെള്ളം ഒഴിച്ച് മേശപ്പുറത്ത് വെച്ചാൽ ഗ്ലാസ്സിന് ഒരിക്കലും പ്രശംസിക്കുവാൻ വകയില്ല. കാരണം അടുപ്പത്ത് വെന്തെരിഞ്ഞൊരു കലമുണ്ട്. സ്തോത്രം. ആ കലത്തിനകത്ത് പാകം ചെയ്ത വെള്ളമാണ് ഈ ഗ്ലാസിനകത്ത് ഒഴിച്ചു വെച്ചത്. അതുകൊണ്ട് എനിക്ക് പുകഴുവാന് ഒന്നുമില്ല. നിങ്ങളിപ്പോ അനേക ദൈവദാസന്മാർ, അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസലോ. അതിന്റെ ബലത്തെ ദൈവം ഇതുവരെ നിർത്തുവാനിടയായി. കർത്തൃകൃപയാല് 2008 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ തിരുവല്ല ദൈവസഭയിൽ കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിന് കാരണമായത് പാസ്റ്റർ ജോൺസൺ അവറുകളാണ്. അദ്ദേഹം മുഖാന്തരം ഞാൻ ഇവിടെ കടന്നു വരുവാനും പാസ്റ്റർ തോമസ് കുട്ടി അവരുകളെ പരിചയപ്പെടുവാനും തിരുവല്ല ഇന്ത്യ ലൈഫ് ചർച്ച് ബദേലില് കഴിഞ്ഞ 6 മാസക്കാലമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവം എനിക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഇപ്പോൾ ദൈവദാസ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ദൈവസഭയ്ക്ക് ബോധിച്ചു വന്നു. ദൈവദാസന്മാർക്ക് ബോധിച്ചത് കൊണ്ടോ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനാല് അവർ തീരുമാനിച്ച ശുശ്രൂഷയില് ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് കഴിവില്ല. ദൈവം എനിക്ക് തരുന്ന കഴിവുകൾ മാത്രം, അനേകരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം എനിക്ക് തന്നു ഇത്രയും നാളും. ഇന്ന് പകൽക്കാലം വീണ്ടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എന്നെ തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഈ ലോകം അതിവേഗത്തിൽ കടന്നു പോകുന്നു. സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുക. ദൈവത്തിന്റെ വചനമാകിയാൽ വീഴാതിരിപ്പാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്യം ഞാൻ കടമെടുക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, എങ്കിലും എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം തരുന്നു. ഇന്ന് പകൽക്കാല തിരുവചന പ്രകാരം ദൈവസഭയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ഇന്നു മുതൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഈ എളിയവനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ദൈവവചന ശുശ്രൂഷയും സഭാപരിപാലനവും ശലോമോനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചോളാൻ പറഞ്ഞു. ശലോമോന് വിവേകമാണ് ചോദിച്ചത്, പരിജ്ഞാനം. പ്രൈസലോട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ കാലയളവിൽ ദൈവസഭയെ നയിക്കുവാനും ദൈവസഭയെ ഭരിക്കുവാനും വേണ്ട ഉപദേശങ്ങളെ, പത്യോപദേശവും ശാസനത്തിന് ഗുണീകരണമായ ദൈവത്തിന്റെ വചനം പകർന്നു കൊടുക്കുവാൻ കർത്താവിന്റെ മേൽ കൃപ പകരുന്ന എന്നെ കുടുംബമായി ദൈവം സഹായിക്കാനായി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി എന്നെ ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയെ താണിരിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും. ഈ പ്രത്യേക ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ശുശ്രൂഷ നടത്തിപ്പാൻ ദൈവകാലിന്റെ പ്രതർവിൽ അയക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ലൈഫ് ചർച്ച് ബത്തേലിന്റെ ചെയർമാനായിരിക്കുന്ന കർത്താവിൻ ബഹുമാനനും ആദരണീയനുമായിരിക്കുന്ന കർത്താവിനെ ഞാൻ വളരെ സ്നേഹിക്കുന്നു ഡോക്ടർ ബ്ലാസ്.
വസതവൻ തോമസ് കുട്ടി അവരുകളാണ്. തുടർന്ന് ദൈവത്തിൻ്റെ വചനം ആധികാരികമായി ഞാൻ ശുശ്രൂഷിക്കുകയും ഈ പ്രാർത്ഥിച്ച് കൈവച്ച് അവതരിക്കുന്ന ശുശ്രൂഷയ്ക്ക് താൻ നേതൃത്വം നൽകുകയും ചെയ്യും. നമുക്ക് വളരെ പ്രാർത്ഥനയോട് ദൈവം ശ്രദ്ധിക്കാം. ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കാം.